സിറിയയ്ക്കുമേലുള്ള ഉപരോധങ്ങൾ നീക്കി അമേരിക്ക. 518 സിറിയൻ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും ഉപരോധ പട്ടികയിൽ നിന്ന് നീക്കിയ ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. സിറിയ ഇസ്രായേൽ ബന്ധം സാധാരണ നിലയിലാക്കാനും ട്രംപ് ശ്രമിക്കുന്നുണ്ട്. മുൻ പ്രസിഡന്റ് ബഷറുൽ അസദിനും കുടുംബത്തിനുമുള്ള ഉപരോധം തുടരും. BK സുഹൈൽ കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. സുഹൈൽ, ഉപരോധത്തിന്റെ ചരിത്രവും ഇപ്പോഴത്തെ തീരുമാനത്തിന്റെ പ്രസക്തിയും എന്താണ്? നിഷാദ്, വളരെ നിർണായകമായ ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്നത്. സിറിയക്കുമേലുള്ള ഉപരോധം നീക്കുക എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ തന്നെ ഒരു ചിത്രം മാറ്റാവുന്ന ഒരു തീരുമാനമാണ്. കാരണം ബഷാറുൽ അസദ് ഭരണകൂടത്തിൻ്റെ സമയത്ത് അവിടെ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്തായിരുന്നു ബഷാറുൽ അസദ് ഭരണകൂടത്തിനെതിരെയും അതേപോലെ തന്നെ സിറിയയിലെ 500-ലധികം വരുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നത്. ആ ഉപരോധത്തിൽ സിറിയ ഒരു ഭാഗത്ത് ആഭ്യന്തര യുദ്ധത്തിൽ കലുഷിതമാവുകയും പ്രയാസം അനുഭവിക്കുകയും ചെയ്തപ്പോൾ അമേരിക്കയുടെ ഉപരോധം കൂടിയായപ്പോൾ ആകെ ആ രാജ്യം തകർന്നു പോയിരുന്നു. ഇപ്പോൾ സംഭവിക്കുന്നത് ഏതായിരുന്നാലും ബഷാറുൽ അസദ് ഭരണകൂടത്തെ മാറ്റി അവിടെ ഹൈഅത്തു തഹ്രീർ ഷാം എന്ന പേരിലുള്ള സംഘടന അധികാരം പിടിക്കുകയും അഹമ്മദ് ഷറ അവിടെയുള്ള പ്രസിഡന്റായി മാറുകയും ചെയ്യുന്നു. സ്വാഭാവികമായും അഹമ്മദ് ഷറവും അതേപോലെ തന്നെ HTSഉം നേരത്തെ അമേരിക്കയുടെ ഭീകര പട്ടികയിലുണ്ടായ സംഘടനയും വ്യക്തിയുമായിരുന്നു. പക്ഷേ ആദ്യം ഈ ഭീകര പട്ടികയിൽ നിന്ന് അഹമ്മദ് ഷറയിനെയും HTSനെയും നീക്കം ചെയ്യുക എന്ന പരിപാടിയാണ് ആദ്യം ഡൊണാൾഡ് ട്രംപ് എടുത്തത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഉപരോധം നീക്കുന്നത്. അതോടുകൂടി സിറിയക്ക് അമേരിക്കയുടെ സഹായങ്ങളുണ്ടാവും. ബില്യൺ കണക്കിന് ഡോളർ ഇവിടേക്ക് എത്തും. തീർച്ചയായും നിരവധി നിക്ഷേപങ്ങൾ, US-ന്റെ നിരവധി നിക്ഷേപങ്ങൾ സിറിയയിലേക്ക് എത്തും. അതിനേക്കാളെല്ലാം പ്രധാനമായി പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു കാര്യം, സിറിയയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം നോർമലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള തിടുക്കം അതും കൂടി ട്രംപ് എടുക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇസ്രായേലിനോട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഇനി നോർമലൈസ് ചെയ്യാനുള്ളത് പ്രധാനപ്പെട്ട ഒരു രാജ്യം സിറിയ തന്നെയാണ്. മറ്റുള്ള ഒരു ഭാഗത്ത് ജോർദാൻ ആയിരുന്നാലും മറുഭാഗത്ത് ഈജിപ്ത് ആയിരുന്നാലും നേരത്തെ ഇസ്രായേലുമായി ഏറ്റുമുട്ടിയിരുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രായേലുമായി അവരുടെ ബന്ധം നോർമലൈസ് ചെയ്യുകയും ഇസ്രായേലിനെ അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നോർമലൈസ് ചെയ്യുക എന്നതിനർത്ഥം ഇസ്രായേലിനെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിറിയയെ ഈ ബന്ധം നോർമലൈസ് ചെയ്യാൻ വേണ്ടി ട്രംപ് പരമാവധി സമ്മർദ്ദങ്ങൾ ചെലുത്തും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അത് ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടിയുള്ളതാണ്. ഗസ വെടിനിർത്തലിന് നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഒരുപാട് കാര്യങ്ങൾ ട്രംപിനോട് പറയുന്നുണ്ട്. ഒരാഴ്ചക്കകം ഗസയിൽ വെടിനിർത്തൽ വേണമെന്നും ട്രംപ് പറയുന്നുണ്ട്. അതിന് പകരമായി ട്രംപ് എന്താണ് നെതന്യാഹുവിന് സമ്മാനമായി കൊടുക്കുക എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരമായി പല അന്താരാഷ്ട്ര നിരീക്ഷകരും പറയുന്നത് സൗദിയുടെയും അതേപോലെ തന്നെ സിറിയയുടെയും നോർമലൈസേഷൻ എന്നുള്ളതാണ്. സൗദിയും സിറിയയും ഇസ്രായേലിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് നെതന്യാഹുവിന് വലിയ നേട്ടമായി അവതരിപ്പിക്കാൻ സാധിക്കും. സൗദി ഇസ്രായേൽ അംഗീകരിക്കണമെങ്കിൽ സ്വതന്ത്രമായ ഫലസ്തീൻ രാഷ്ട്രം വേണം എന്ന നിബന്ധന വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അബ്രഹാം അക്കോർഡിൻ്റെ പേരിൽ സൗദിയെയും സിറിയയും കൂടി ഇതിൻ്റെ ഭാഗമാക്കുകയും ഇസ്രായേലിനെ അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പശ്ചിമേഷ്യയിൽ ചുറ്റുമുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തങ്ങൾ അംഗീകരിക്കുന്നു എന്നൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടെങ്കിലും ഗസ യുദ്ധത്തിൽ നിന്ന് തലയൂരാം എന്നാണ് നെതന്യാഹു ചിന്തിക്കുന്നത്. അതിന് പറ്റാവുന്ന തരത്തിലുള്ള ഒരു നിലമൊരുക്കാൻ ട്രംപ് ശ്രമിക്കുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ അതെത്രത്തോളം സാധ്യമാകും? അഹമ്മദ് ഷറ നമുക്കറിയാം ഇസ്രായേലിനെതിരെ അമേരിക്കക്കെതിരെ എല്ലാം ശക്തമായി പ്രസംഗിക്കുകയും ശബ്ദമുയർത്തുകയും പോരാട്ടം നയിക്കുകയും ഒക്കെ ചെയ്ത് ജനങ്ങളെ സംഘടിപ്പിച്ച വ്യക്തിയാണ്. നേരത്തെ IS പോലെയുള്ള ഭീകര സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്ന ആരോപണമുള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ള അഹമ്മദ് ഷറ ഇസ്രായേലിനെ അംഗീകരിക്കുമോ? അതേപോലെ തന്നെ സൗദി അറേബ്യ ഇസ്രായേലിനെ അംഗീകരിക്കുമോ എന്നതെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന കൗതുകകരമായ കാര്യങ്ങളാണ്. പക്ഷേ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങാൻ വേണ്ടിയാണ് ട്രംപ് ഇപ്പോൾ ഈ ഒരു സാങ്ഷൻ നീക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ ഗസയിലെ വെടിനിർത്തൽ ഒരാഴ്ചക്കകം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില സംഭവവികാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. BK സുഹൈൽ വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.